ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ കസിനേഷാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് വ്ലോഗ് പോലെ എടുക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് സാറ്റർഡേ ആണ്. പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്തൊരു പീസ്ഫുൾ ഡേ ഇനി വന്നു. അത് കഴിഞ്ഞിട്ട് മലയാളം അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു, കഥകളിൻ്റെ ചാപ്റ്ററിൻ്റെ. അങ്ങനെ അസൈൻമെൻറ്റിൽ എഴുതി. മലയാളത്തിൻ്റെ ഒരു അസൈൻമെന്റ് ഉണ്ട്, കഥകളിൻ്റെ പോസ്റ്റർ അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മളെല്ലാവരും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ട്യൂസ്ഡേ ആണ്. ഞാൻ ഈ വീഡിയോ എടുത്തത് സാറ്റർഡേ. അപ്പം ഭയങ്കര ഷോർട്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇന്നത്തെ ദിവസം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് പോലെ എടുക്കാം. കാരണം ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് എത്ര കാലമായി എന്നത് ഒരു 1 മന്തോളം ആയിട്ടുണ്ടാവും. ഇറ്റ്സ് ബിക്കോസ് ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു റെഡിയായി വരാൻ കുറച്ച് ടൈം എടുത്തു എനിക്ക്. ആൻഡ് ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല പോലെ പോകുന്നുണ്ട്. 13-ാം തീയതി ഓണം എക്സാമാണ്. മിഡ് ടേം അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഓണം എക്സാം നോക്കണം. ആൻഡ് ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചിരുന്നു. ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുറങ്ങി. ഇന്നലെ ഞാൻ 8:30 എങ്ങാനും ഉറങ്ങി. എന്നിട്ട് ഞാൻ 4 മണിക്ക് എണീച്ചു. ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്ക് കിട്ടിയ പോലെ ഫീൽ ആകുന്നുണ്ട്. അങ്ങനെ ഫിസിക്സിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അത് പഠിച്ചതാ. 3-4 പ്രാവശ്യം ആ ചാപ്റ്റർ പഠിച്ചതാണ്. പക്ഷെ ഒരു പ്രോപ്പർ പഠിത്തം നടന്നിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ വിളിച്ചു നല്ല വൃത്തിക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇന്നലെ രാത്രി പീരീഡ്സ് ആയി. നമുക്കിനിപ്പോൾ മറുമ ഉണ്ടാക്കിത്തരാം. അപ്പം രാവിലെ തിരക്ക് പിടിച്ച് പോകണ്ട. ഇപ്പം പോയിട്ട് മെല്ലെ മാറ്റി ഒക്കെ ചെയ്താൽ മതി. 8:30 ആകുമ്പോൾ മോർണിംഗ് ക്ലാസ് തുടങ്ങും. ഇപ്പോൾ ഒരു 7:45 8 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക്. അങ്ങനെ 1 മാസത്തിന് ശേഷം ഞാനൊരു മികക്കുള്ള വ്ളോഗ് എടുക്കുന്നത്. ഇത്രയും കാലം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ക്ലാസ്സുമായിട്ട് പാക്കപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര പണിയാണ്. മോർണിംഗ് ക്ലാസ് നമുക്ക് 8:30 തുടങ്ങും, പിന്നെ 4:45 വിടുക. ഇപ്പോൾ മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ വേറെ ക്ലാസ്സും ഫുള്ളി നല്ല ഈ സാറ്റർഡേ സൺഡേയിൽ കിട്ടിക്കണേ. ഞാൻ വീഡിയോ എപ്പോൾ ഇടാമെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ ഇടാമെന്ന്. പക്ഷെ വീക്കെൻഡ് കിട്ടുമ്പോഴാണ് ആകെ ഒരു സമാധാനം കിട്ടില്ല. കാരണം മൺഡേ ഫസ്റ്റ് പേപ്പർ ഉണ്ടാവും, നോട്ട് സബ്മിഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ള് ശനി ഞായർ നീതണ്ടേ. അപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു. അത് ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിച്ചത്. സൺഡേ ടൈം ടേബിൾ വന്നു. 13-ാം തീയതി തുടങ്ങും. 2 എക്സാം വെച്ചിട്ടാണ് 2 ദിവസം ഉള്ളത്. 80 മാർക്കിൻ്റെ എക്സാം മാത്രമായിട്ട് ഒരു ദിവസം വരുന്നത്. ബാക്കിയുള്ള എല്ലാം 2 ദിവസം. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്കെഡ്യൂളാണ് വരുന്നത്. പിന്നെ ഇപ്പെങ്കിലും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ എന്തായാലും പണി പാളും. ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു. രണ്ട് ചാപ്റ്റേഴ്സ് വെച്ചിട്ടിങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. വെച്ചാൽ കോൺസെപ്റ്റെല്ലാം എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇന്ന് ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ 2ാമത്തെ ലെൻസസ് എന്ന് പറഞ്ഞ പാഠം പഠിച്ചത്. ഇന്നലെ ആ ചാപ്റ്റർ ഞാൻ പഠിച്ചു. പക്ഷേ ലെൻസ് ഇക്വേഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ഇന്ന് കുറച്ച് നല്ലോണം കണ്ടിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ ചാപ്റ്റർ ഇന്ന് തീർക്കാം. ഞാൻ ആ ലെൻസ് ഇക്വേഷൻ പഠിച്ചു. ലെൻസിൻ്റെ പാഠം നല്ല അടിപൊളിയായിട്ട് പഠിച്ചെല്ലാം കഴിഞ്ഞു. ഒരു ബണ്ടിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്ര നേരം ഇരുന്ന് ചെയ്തപ്പോൾ ഒരു 3 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ആ എൻ്റെ ഒരു PDF ഉണ്ട്, കെമിസ്ട്രിക്കും ഉണ്ട് ഫിസിക്സിനും ഉണ്ട്, ഒരു ബണ്ടിൽ PDF. അത് ഫുള്ളും സോൾവ് ചെയ്തു. നേരെ ഇരുന്ന് പഠിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. കുറേ നേരം ഫിസിക്സ് രാവിലെ മുതൽ ഞാൻ പഠിക്കാതിരുന്നിട്ടില്ല. ഉച്ചക്കാണ് ഇരുന്നത്. ഉച്ച മുതൽ ഫിസിക്സാണ് പഠിക്കുന്നപ്പോൾ ഒരു മടുപ്പ് പോലെ വന്നു. 2:30 ആയി, 3 മണിയാവാനായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എനിക്ക് ഹിന്ദി പഠിക്കണം. ഹിന്ദിയിലാണ് എനിക്ക് മാർക്ക് മെയിനായിട്ട് ഈ വർഷം പോയത്. കാരണം കഴിഞ്ഞ കൊല്ലം എനിക്ക് ഹിന്ദിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം മുതൽ ടീച്ചർ കുറച്ച് നല്ലോണം സ്ട്രിക്റ്റ് ആക്കിന്. ക്വസ്റ്റ്യൻ നോട്ടിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ബൈ ഹാർട്ട് ആക്കിയിട്ട് പോകണം. പിന്നെ ഫോർമാറ്റെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിന്. അപ്പം ഹിന്ദി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഹിന്ദി പഠിച്ചതിൻ്റെ സോഷ്യലിൻ്റെ 2ാമത്തെ പാഠം പഠിക്കാനുണ്ട്. 1ാമത്തെ റിവിഷനുണ്ട്.